ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വാർ എന്ന ഭാഗമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സും ഉടനെ വരുന്നതായിരിക്കും. നമുക്കാദ്യം ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഭാഗം നോക്കാം. അനദർ ഡേ ഇൻ പാരഡൈസ് പെയിൻറ്റ്സ് എ ഹേർട്ട് റെൻഡിങ് പിക്ചർ ഓഫ് ദ സഫറിംഗ് ഓഫ് ദ ഹോംലെസ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സോങ് ആയിരുന്നു അനദർ ഡേ ഇൻ പാരഡൈസ് എന്നത്. ഈ ഒരു സോങ് ഹേർട്ട് റെൻഡിങ് പിക്ചർ, ഹേർട്ട് റെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയഭേദകമായ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ വരച്ച് കാട്ടുന്നു. എങ്ങനെയുള്ളതാണ്? ഓഫ് ദ സഫറിംഗ് ഓഫ് ദ ഹോംലെസ്, ഈ വീടില്ലാത്ത പാർക്കാനിടമില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ സഫറിങ്ങിനെ വരച്ച് കാട്ടുന്ന ഒരു സോങ് ആയിരുന്നു ഇത്. നൗ തിങ്ക് അബൌട്ട് ഹൗ പീപ്പിൾ വുഡ് ഫീൽ വെൻ ദേ ലൂസ് സമ്മൺ ഇമ്പോർട്ടൻറ്റ് ടു ദം. ഇനി നമുക്ക് ആളുകൾക്ക് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഹൗ വുഡ് ദേ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ് ആൻഡ് ഷെയർ ദെയർ ഫീലിങ്സ്. അവരെങ്ങനെയാണ് അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യുക, അതേപോലെ അവരുടെ ഫീലിങ്സിനെ അവരെങ്ങനെ ഷെയർ ചെയ്യും. ഹൗ വുഡ് ദേ ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു മൂവ് ഓൺ. മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്ട്രെങ്ത് അവർക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ ലൂയിജി പിരാൻഡലോ വിച്ച് എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ ഗ്രാപ്പിൾ വിത്ത് ലൂസ് ആൻഡ് ഗ്രീഫ് ഇൻ ടൈംസ് ഓഫ് വാർ. നമുക്ക് ലൂയിജി പിരാൻഡലോയുടെ ഒരു സ്റ്റോറി വായിക്കാം. ഇതെന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ഒക്കെ സമയത്ത് ആളുകളുടെ ഗ്രീഫ്, വിഷമവും ലോസ്, അവരുടെ നഷ്ടപ്പെടലുകളൊക്കെ അവരെങ്ങനെയാണ് ഗ്രാപ്പിൾ ചെയ്യുക, തരണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി നമുക്ക് വായിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. വാർ, യുദ്ധം അല്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബൈ ലൂയിജി പിരാൻഡലോ, അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ലെഫ്റ്റ് റോം ബൈ ദ നൈറ്റ് എക്സ്പ്രസ് ഹാഡ് ടു സ്റ്റോപ്പ് അൺടിൽ ഡോൺ അറ്റ് ദ സ്മോൾ സ്റ്റേഷൻ ഓഫ് ഫാബ്രിയാനോ. റോമിൽ നിന്നും നൈറ്റ് എക്സ്പ്രസ്സിൽ പുറപ്പെട്ട യാത്രക്കാർക്ക് ഫാബ്രിയാനോയുടെ ഒരു സ്മോൾ സ്റ്റേഷനിൽ പുലർച്ചെ വരെ നിർത്തേണ്ടി വന്നു. ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ച, നേരം വെളുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം. They then needed to continue their journey by the old-fashioned local train to Salmona. അവർക്കപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ യാത്ര ഒരു ലോക്കൽ ട്രെയിനിൽ, സൽമോനയിലേക്ക് പോകുന്ന ഒരു ലോക്കൽ ട്രെയിനിൽ തുടരേണ്ടി വന്നു. അറ്റ് ഡൗൺ, പുലർച്ചെ സമയത്ത്, in a stuffy and smoky second-class carriage in which a few people had already spent the night, a stout woman in deep mourning was hoisted in. At dawn, പുലർച്ചെ സമയത്ത്, in a stuffy and smoky second-class carriage in which a few people already had spent the night, a stout woman in deep mourning was hoisted in. പുലർച്ചെ സമയത്ത്, അറ്റ് ഡൗൺ, പുലർച്ചെ സമയത്ത്, ഇൻ എ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജ്, വളരെ സ്റ്റഫി ആയിട്ടുള്ള, തിക്കും തിരക്കുമുള്ള, വളരെ തിങ്ങിയ, സ്റ്റഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്വാസം മുട്ടിക്കുന്ന തിരക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അത്രയും നല്ല തിരക്കിൽ, അതേപോലെ തന്നെ ഒരു സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജിൽ, ഒരു സെക്കൻഡ് ക്ലാസ് തീവണ്ടിയിൽ, ഇൻ വിച്ച് എ ഫ്യൂ പീപ്പിൾ ഹാഡ് ഓൾറെഡി സ്പെൻഡ് ദ നൈറ്റ്, അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആളുകൾ ഓൾറെഡി ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെക്കൻഡ് ക്ലാസ് കാരേജിൽ സ്റ്റൗട്ട് വിമൻ ഇൻ ഡീപ്പ് മോർണിംഗ് വാസ് ഹോയിസ്റ്റഡ് ഇൻ. ഒരു സ്റ്റൗട്ട് വിമൻ, അത്യാവശ്യം കുറച്ച് തടിച്ചിട്ടുള്ള ഒരു സ്ത്രീ, കുറച്ച് മോർണിംഗ് ആയിട്ട് വിലപിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദുഃഖം ഉള്ള പോലെ, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഹോയിസ്റ്റഡ് ഇൻ, ട്രെയിനകത്തോട്ട് കയറി. ബിഹൈൻഡ് ഹെർ, അവരുടെ പിറകിലായിട്ട്, പഫിങ് ആൻഡ് മോർണിംഗ്, വളരെ കിതച്ചുകൊണ്ടും വിലപിച്ചുകൊണ്ടും, മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക, ദുഃഖിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ദുഃഖം, അതേപോലെ തന്നെ പഫിയൊക്കെ ആയിട്ടുള്ള ഒരു ആളുകൂടെ വന്നു. ഫോളോഡ് ഹെർ ഹസ്ബൻഡ് എ ടൈനി മാൻ. അതാരായിരുന്നു? അവരുടെ ഹസ്ബൻഡായിരുന്നു. എ ടൈനി മാൻ, വളരെ ഒരു ചെറിയ ഒരാളായിരുന്നു. തിൻ ആൻഡ് വീക്ക്, വളരെ മെലിഞ്ഞതും ക്ഷീണിതനുമായിട്ട്, അല്ലെങ്കിൽ ദുർബലനുമായിട്ടാണ് ആളെ കാണപ്പെട്ടത്. ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, അയാളുടെ മുഖമാണെങ്കിലോ വളരെ വെളുത്തിട്ടുണ്ട്. ഹിസ് ഐസ് വർ സ്മോൾ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി. അദ്ദേഹത്തിൻ്റെ, ആ ഭർത്താവിൻ്റെ കണ്ണുകൾ വളരെ സ്മോളും അതേപോലെ തന്നെ ബ്രൈറ്റ്, തിളങ്ങുന്നതുമായിരുന്നു. ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി, അദ്ദേഹത്തെ വളരെ ഷൈ ആയിട്ടും ഒരുപാട് ശങ്കകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ളതായിട്ടും അൺഈസി, ദുഃഖകരമായിട്ടും കാണപ്പെട്ടു. Having at last taken a seat, he politely thanked the passengers who had helped his wife by making room for her. അവസാനം സീറ്റ് കിട്ടിയപ്പോൾ അവർ, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ്, പൊളൈറ്റ്ലി താങ്ക് ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ഹെൽപ്ഡ് ഹിസ് വൈഫ് ബൈ മേക്കിംഗ് റൂം ഫോർ ഹെർ. അവരുടെ ഭാര്യയ്ക്ക് റൂം ഫോർ ഹെർ, ഇരിക്കാനുള്ള സ്ഥലം കൊടുത്ത പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പൊളൈറ്റായിട്ട്, വളരെ മാന്യമായിട്ട് നന്ദി പറഞ്ഞു.
ദെൻ ഹി ടേൺഡ് റൗണ്ട് ടു ദ വുമൻ ആൻഡ് പൊളൈറ്റ്ലി ഇൻക്വയർഡ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ആ ഹസ്ബൻഡ് അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പൊളൈറ്റ്ലി മാന്യമായിട്ട് നല്ല രീതിയിൽ ഇൻക്വയർഡ് ചോദിച്ചു. ആർ യു ഓൾ റൈറ്റ് ഡിയർ? നീ ഓക്കെ അല്ലേ പ്രിയേ? ഡിയർ പ്രിയപ്പെട്ടവളെ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ് പുൾഡ് അപ്പ് ദ കോളർ ഓഫ് ഹെർ കോട്ട് ടു ഹൈഡ് ഹെർ ഫേസ്. അപ്പോൾ അവരുടെ ഭാര്യ, ആ സ്ത്രീ, മറുപടി പറയുന്നതിന് പകരം അവരുടെ കോട്ട് പുൾഡ് അപ്പ് മുകളിലോട്ട് വലിച്ചു. കോട്ടിൻ്റെ കോളർ മുകളിലോട്ട് വലിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹൈഡ് ഹെർ ഫേസ്, അവരുടെ മുഖം മറയ്ക്കാൻ വേണ്ടി, മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ കോളർ മുകളിലോട്ട് വലിച്ചു. നാസ്റ്റി വേൾഡ് മുട്ടേർഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സാഡ് സ്മൈൽ. നാസ്റ്റി എന്ന് പറഞ്ഞാൽ മോശമായ, വളരെ മോശം ലോകം. മ്യൂട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്കുക, മർമർ ചെയ്യുക എന്നാണ് അർത്ഥം. അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ മന്ത്രിച്ചു, നാസ്റ്റി വേൾഡ് എന്ന് പറഞ്ഞിട്ട് മന്ത്രിച്ചു. വിത്ത് എ സാഡ് സ്മൈൽ, വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ചിരിയോടുകൂടെ അങ്ങനെ മന്ത്രിച്ചു. And he felt it his duty to explain to his traveling companions that the poor woman was to be pitied. അദ്ദേഹത്തിന്, ഈ ഭർത്താവിന് തോന്നി ഈ ഒരു സ്ത്രീയുടെ സങ്കടത്തിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റ് യാത്രക്കാരോട് പറയണം, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ദ വാർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ ദെയർ ഓൺലി സൺ. അവർ പറയാണ്, ഈ ഒരു ഭർത്താവ് ആളുകളടുത്ത് പറയാണ്, ഈ ഒരു യുദ്ധം അവരുടെ ഒരേ ഒരു മകനെ അവരിൽ നിന്നും അകറ്റുകയാണ്. എ ബോയ് ഓഫ് 20. ആ ഒരു മകന് 20 വയസ്സ് മാത്രമാണ് പ്രായം. ബോത്ത് ഓഫ് ദെം ഹാഡ് ഡിവോട്ടഡ് ദെയർ എൻറ്റയർ ലൈഫ് ടു ഹിം. രണ്ടുപേരും, ഈ ഭർത്താവും അവരുടെ ഭാര്യയും രണ്ടുപേരും അവരുടെ ജീവിതം മുഴുവനും ഈ ഒരു മകന് വേണ്ടിയിട്ട് സമർപ്പിച്ചതായിരുന്നു. ദേ ഹാഡ് ഈവൻ ബ്രോക്കൺ അപ്പ് ദെയർ ഹോം അറ്റ് സൽമോന ടു ഫോളോ ഹിം ടു റോം വോ ഹി ഹാഡ് ടു ഗോ ആസ് എ സ്റ്റുഡൻറ്റ്. അവർ രണ്ടുപേരും അവരുടെ സൽമോനയിലുള്ള വീട് പോലും ഈ ഒരു ചെറുക്കന് വേണ്ടി ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് റോമിലേക്ക് പറഞ്ഞേക്കുന്നതിന് വേണ്ടി. അവിടെയാണ് ആ ഒരു മകൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. They allowed him to volunteer for war with an assurance that for at least 6 months he would not be sent to the war front. അവരുടെ മകനെ അനുവദിച്ചിരുന്നു ടു വോളണ്ടിയർ ഫോർ വാർ, യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വോളണ്ടിയറിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ മകനെ അനുവദിച്ചിരുന്നു. വിത്ത് ആൻ അഷുറൻസ്, ഒരു ഉറപ്പോടുകൂടി, ദാറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months ഹി വുഡ് നോട്ട് ബി സെൻഡ് ടു ദ വാർ ഫ്രണ്ട്. എന്തായിരുന്നു ആ ഒരു ഉറപ്പ്? എന്തായിരുന്നു? ഒരു 6 മാസ കാലയളവെങ്കിലും ഈ ഒരു മകനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് അവരെ യുദ്ധത്തിന് അലോ ചെയ്തിരുന്നു, വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു. ആൻഡ് നൗ, എന്നാൽ ഇപ്പോൾ, ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ദേ റിസീവ്ഡ് എ വയർ ഫ്രം ഹിം സേയിങ് ദാറ്റ് ഹി വാസ് ഡ്യൂ ടു ലീവ് ഇൻ 3 days ടൈം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കത്ത് അവർക്ക് കിട്ടി, റിസീവ് ചെയ്തു, അവർക്കൊരു കത്ത് കിട്ടി. ഫ്രം ഹിം, ആ ഒരു മകനിൽ നിന്നും, സേയിങ് ദാറ്റ്, ആ ഒരു മകൻ പറയുന്നത്, ഹി വാസ് ഡ്യൂ ടു ലീവ് ഇൻ 3 days, 3 ദിവസത്തിനകം അവന് പോകണം എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. They were now going to see him off. അവരിപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഭാര്യയും ഭർത്താവും ആ ഒരു മകനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം 6 മാസ കാലയളവെങ്കിലും മകനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കില്ല എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ഭാര്യയും അവരുടെ ഭർത്താവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരുടെ മോനെ യുദ്ധത്തിന് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മകനിൽ നിന്നും കിട്ടിയിട്ടുള്ള കത്തിൽ പറയുന്നത് 3 ദിവസത്തിനകം ആ ഒരു യുദ്ധമുഖത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ മകനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. The woman was twisting and wriggling at times, growling like a wild animal. ഈ ഒരു സ്ത്രീ ട്വിസ്റ്റിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് റിഗ്ലിംഗ്, അവരിങ്ങനെ പിടയുന്നുണ്ടായിരുന്നു, സങ്കടം കാരണം പിടയുന്നുണ്ടായിരുന്നു. അറ്റ് ടൈംസ് ഗ്രൗളിംഗ് ലൈക്ക് എ വൈൽഡ് അനിമൽ, ഒരു വൈൽഡ് അനിമലിനെ പോലെ മുരളുന്നും ഉണ്ടായിരുന്നു. ഷി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഓൾ ദോസ് എക്സ്പ്ലനേഷൻസ് വുഡ് നോട്ട് ഹാവ് അറൗസ്ഡ് ഈവൻ എ ഷാഡോ ഓഫ് സിമ്പത്തി ഫ്രം ദോസ് പീപ്പിൾ. അവർക്ക് തോന്നി, ആ ഒരു സ്ത്രീക്ക് തോന്നി, ഉറപ്പായിട്ടും ഈ എക്സ്പ്ലനേഷൻ ഒന്നും വുഡ് നോട്ട് ഹാവ് അറൗസ്ഡ് ഈവൻ എ ഷാഡോ ഓഫ് സിമ്പത്തി ഫ്രം ദോസ് പീപ്പിൾ, ഈ കേട്ടിരുന്ന ആളുകളിൽ നിന്നും ഒരു സിമ്പതി, ഒരു സഹതാപം പോലും അവരിൽ നിന്നും ഉയർന്നു വന്നിട്ടില്ല എന്ന് അവർക്ക് തോന്നി. ദേ വർ ഓൾ, അവരെല്ലാവരും, മോസ്റ്റ് ലൈക്ലി ഇൻ ദ സെയിം പ്ലൈറ്റ് ആസ് ഹെർസെൽഫ്, ആ യാത്രക്കാരിൽ കൂടുതൽ ആളുകളും
അവരെപ്പോലെ ആ ഒരു സ്ത്രീയെപ്പോലെ തന്നെ ദുരിത അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോശം പരിതാപകരമായിട്ടുള്ള അവസ്ഥ. വൺ ഓഫ് ദം, അവരിൽ ഒരാൾ, ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് എ പെർട്ടിക്കുലർ അറ്റൻഷൻ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന അവരിൽ ഒരു പാസഞ്ചർ സെഡ്, പറഞ്ഞു, യു ഷുഡ് താങ്ക് ഗോഡ് ദാറ്റ് യുവർ സൺ ഇസ് ലീവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ. നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം എന്താണ്? നിങ്ങളുടെ മകൻ ഇപ്പോഴാണ് യുദ്ധമുഖത്തേക്ക് പോകുന്നത്. മൈൻ ഹാഡ് ബീൻ സെൻറ്റ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ. എൻ്റേതാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ യുദ്ധമുഖത്തേക്ക് അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് മുഖത്തേക്ക് തന്നെ അവർ പോയിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ് വൗണ്ടഡ് ആൻഡ് ബീൻ സെൻറ്റ് ബാക്ക് അഗെയിൻ ടു ദ വാർ ഫ്രണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു മകൻ, ഈ പറയുന്ന ആളുടെ മകൻ 2 തവണ തിരികെ വന്നിട്ടുണ്ട്. വൗണ്ടഡ്, മുറിവുകളോട് കൂടിയിട്ട് അവരുടെ മകൻ 2 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യുദ്ധമുഖത്തേക്ക് വീണ്ടും പറഞ്ഞയക്കപ്പെട്ടിട്ടുണ്ട്. വാട്ട് അബൌട്ട് മീ? ഐ ഹാവ് 2 sons and 3 nephews. What about me? I have 2 sons and 3 nephews at the front, said another passenger. അപ്പോൾ മറ്റൊരു പാസഞ്ചർ പറയാണ്, അപ്പോൾ എൻ്റെതോ? ഐ ഹാവ് 2 sons, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ 3 നെഫ്യൂസ്. നെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരവൻ എന്നൊക്കെയാണ് അർത്ഥം. അവരും യുദ്ധമുഖത്തുണ്ട്. മേ ബി, ബട്ട് ഇൻ അവർ കേസ് ഇറ്റ് ഈസ് ഓൺലി സെഡ്, വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്. അപ്പോൾ അവരുടെ ഭർത്താവ് പറയാണ്, മേ ബി, അങ്ങനെ ആയിരിക്കാം. ബട്ട് ഇൻ അവർ കേസ്, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇറ്റ്സ് എ ഓൺലി സൺ, ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. വെഞ്ചേർഡ്, ധൈര്യപ്പെട്ടു. ദ ഹസ്ബൻഡ്, ആ ഒരു ഭർത്താവ്. വാട്ട് ഡിഫറൻസ് കൻ ഇറ്റ് മേക്ക്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻസ്. വാട്ട് ഡിഫറൻസ് കൻ ഇറ്റ് മേക്ക്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻസ്. എന്താണ് അതിൽ വ്യത്യാസം? അപ്പോൾ മറ്റൊരു പാസഞ്ചർ ചോദിക്കുകയാണ്, അതിലെന്താണ് വ്യത്യാസം? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻസ്. നിങ്ങളുടെ ഒരേ ഒരു മകനെ നിങ്ങൾ ഒരുപാട് അറ്റൻഷനൊക്കെ കൊടുത്തിട്ട് കൊഞ്ചിച്ച് വഷളാക്കിയിട്ടുണ്ടാവും, സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് യു കനോട്ട് ലവ് ഹിം. പക്ഷെ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. മോർ ദാൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാവ് എനി. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ അവനെ സ്നേഹിക്കാനൊന്നും പറ്റില്ല. ഇഫ് യു ഹാഡ് എനി, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റു കുട്ടികളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതലൊന്നും ഈ മകനെ കൊഞ്ചിക്കാനൊന്നും പറ്റില്ല. പാരൻ്റൽ ലവ് ഇസ് നോട്ട് ലൈക്ക് ബ്രെഡ് ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ് ആൻഡ് സ്പ്ലിറ്റ് അമംഗ്സ്റ്റ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. പാരൻ്റൽ ലവ്, മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബ്രെഡ് പോലെയൊന്നുമല്ല. എങ്ങനെ? ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ് ആൻഡ് സ്പ്ലിറ്റ് അമംഗ്സ്റ്റ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. എല്ലാ മക്കൾക്കും ഒരേപോലെ ഷെയർ ചെയ്ത് കൊടുത്ത് മുറിച്ചെടുക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു ബ്രെഡൊന്നും അല്ല പാരൻ്റൽ ലവ്. A father gives all his love to each one of his children without discrimination. ഒരു അച്ഛൻ, ഒരു ഫാദർ അവരുടെ സ്നേഹം എല്ലാ മക്കൾക്കും ഒരേപോലെ വീതിച്ചു കൊടുക്കുന്നു, ഒരേപോലെയാണ് അവർക്ക് നൽകുന്നത്. വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവും കാണിക്കാതെ. വെദർ ഇറ്റ് ബി 1 or 10. ഇത് ഒരു കുഞ്ഞാണെങ്കിലും 10 കുട്ടികളാണെങ്കിലും ഇങ്ങനെ തന്നെ ഒരു അച്ഛൻ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു അമ്മ ചെയ്യുകയുള്ളൂ. ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ 2 my sons, ഐ ആം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ. ഇപ്പോൾ ഞാൻ എൻ്റെ 2 ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് സഫറിങ് ഹാഫ്, ഞാൻ പകുതിയല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മുറിച്ച് അല്ലെങ്കിൽ പകുതിയായിട്ടല്ല ഞാൻ സഫർ ചെയ്യുന്നത്, ഞാൻ ഡബിളായിട്ടാണ്, അവർക്ക് 2 പേർക്കും വേണ്ടി ഡബിളായിട്ടാണ് ഞാൻ വിലപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഇത്ര മറ്റേ കുഞ്ഞിന് ഇത്ര, അങ്ങനെയല്ല ഞാൻ സ്നേഹിക്കുന്നത്. ട്രൂ ട്രൂ സൈഡ് ദ എംബാരസ്ഡ് ഹസ്ബൻഡ്. ആ ഭർത്താവ് പറയാണ്, ട്രൂ, സത്യം തന്നെയാണ് എന്നുള്ളത് അനുവദിച്ചുകൊണ്ട് പറയാണ്. ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് 2 sons അറ്റ് ദ ഫ്രണ്ട്. പക്ഷേ ഒരു അച്ഛന് 2 മക്കൾ യുദ്ധമുഖത്തുണ്ടെങ്കിൽ ആൻഡ് ഹീ ലൂസസ് 1 of them, അവരിൽ ഒരാളെ നഷ്ടപ്പെടുകയാണെങ്കിൽ ദർ ഈസ് സ്റ്റിൽ 1 ലെഫ്റ്റ് ടു കൺസോൾ ഹിം. വൈൽ മറ്റേയാൾ എന്ത് ചെയ്യും? മറ്റേയാൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെതോ എന്നുള്ള രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഓക്കെ, യെസ് ആൻസർഡ് ദി അതർ ഗെറ്റിംഗ് ക്രോസ്. അപ്പോൾ ഇടയ്ക്ക് കയറിക്കൊണ്ട് ഒരാൾ പറയാണ്, യെസ്, അതെ, എ സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. ഒരു മകൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബാക്കിയുണ്ടാവും. ബട്ട് ഓൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹൂം ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രെസ്. പക്ഷേ ഒരു മകൻ ബാക്കിയുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മകൻ്റെ ദുഃഖം, ആ ഒരു ഡിസ്ട്രെസ് അയാൾ എന്തായാലും സർവൈവ് ചെയ്യണം. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യോഴ്സ്. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാര്യം നിങ്ങളെക്കാൾ എത്ര മോശമാണ് എന്നുള്ളത്? നിങ്ങൾ കാണുന്നു.
നോൺസെൻസ് ഇൻ്ററപ്റ്റഡ് അനദർ ട്രാവലർ. മറ്റൊരു ട്രാവലർ ഇവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നോൺസെൻസ് വിഡ്ഢിത്തരം എന്ന് പറയുകയാണ്. സ്റ്റൗട്ട്, ആ ഒരു ട്രാവലർ സ്റ്റൗട്ട്, കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്, അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് ഞരമ്പുകൾ കാണുന്ന രീതിയിലുള്ള കണ്ണുകളുമായിരുന്നു. ഹി വാസ് പാൻറ്റിങ്, അദ്ദേഹം ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, അതാണ് പാൻറ്റിങ്. ഫ്രം ഹിസ് ബൾജിങ് ഐ സീംഡ് ടു സ്പേർട്ട് ഇന്നർ വയലൻസ് ഓഫ് എൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി. അദ്ദേഹത്തിൻ്റെ ബൾജിങ് ഐസ്, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കണ്ണുകൾ, സീംഡ് കാണപ്പെട്ടു, ടു സ്പേർട്ട് ഇന്നർ വയലൻസ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വയലൻസിനെ പുറത്തോട്ടെടുക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഓഫ് എൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വൈറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി, ഊർജം, ഓക്കെ, അങ്ങനത്തെ ഒരു അൺകൺട്രോൾഡ് വൈറ്റാലിറ്റിയുടെ. ഓക്കെ, നോൺസെൻസ് ഹി റിപ്പീറ്റഡ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു, നോൺസെൻസ് വിഡ്ഢിത്തരം എന്ന് അദ്ദേഹം പറഞ്ഞു. ടു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനഫിറ്റ്, നമ്മൾ ജന്മം നൽകുന്നത്, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകുന്നത് ഫോർ അവർ ഓൺ ബെനഫിറ്റ്, നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മളുടെ മാത്രം ലാഭത്തിന് വേണ്ടിയിട്ടാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ദി അതർ ട്രാവലേഴ്സ് സ്റ്റേർഡ് അറ്റ് ഹിം ഇൻ ഡിസ്ട്രെസ്. അപ്പോൾ മറ്റുള്ള യാത്രക്കാർക്ക് അദ്ദേഹത്തെ ഡിസ്ട്രെസ്സോടുകൂടി, ഒരു അസ്വാഭാവികതയോടുകൂടി തുറിച്ചു നോക്കി. The one who had had his son at the front since the first day of the war sighed. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ, യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ യുദ്ധമുഖത്തോട്ട് പോകേണ്ടി വന്നിട്ടുള്ള മകൻ്റെ അച്ഛൻ, ആ ആൾ സംസാരിക്കുകയാണ്. യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്, നമ്മുടെ കുട്ടികൾ നമ്മളോട് ബിലോങ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മുടേതല്ല. ദേ ബിലോങ് ടു ദി കൺട്രി, അവർ ഈ രാജ്യത്തിൻ്റേതാണ്. പോഷ് റീറ്റോട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. ബോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എതിർക്കുക എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പദമാണ് കേട്ടോ. റീറ്റോട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ, ആ ഒരു തടിച്ച ആ ഒരു ട്രാവലർ, ആ ഒരു യാത്രക്കാരൻ റീറ്റോട്ടഡ്, ഇതിനെ എതിർത്തുകൊണ്ട് പറയാണ്. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ, നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? വി ബിലോങ് ടു ദെം ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്, നമ്മൾ അവർക്ക് സ്വന്തമാണ്, പക്ഷെ അവരൊരിക്കലും നമ്മളുടെ സ്വന്തമല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20, അതേപോലെ അവർ 20 വയസ്സാകുമ്പോൾ ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വർ അറ്റ് ദിയർ ഏജ്, നമ്മൾ അവരുടെ പ്രായത്ത് എന്തായിരുന്നു അത് തന്നെയായിരിക്കും അവരും ആ ഒരു സമയത്ത് ഉണ്ടാവുക. നൗ അറ്റ് അവർ ഏജ്, ഇപ്പോൾ നമ്മുടെ പ്രായത്ത്, ദ ലവ് ഓഫ് അവർ കൺട്രി ഇസ് സ്റ്റിൽ ഗ്രേറ്റ്, നമ്മളുടെ രാജ്യത്തോടുള്ള സ്നേഹം വളരെ വലുത് തന്നെയാണ്, വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ, പക്ഷെ അതെന്താണ്, നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ്. Is there anyone of us here who wouldn't gladly take her son's place at the front if he could? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇസ് ദർ എനി വൺ ഓഫ് us, നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ, ഹിയർ ഇവിടെ നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ, ഹു വുഡൻറ്റ് ഗ്ലാഡ്ലി ടേക്ക് ഹെർ സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് ഇഫ് ഹി കുഡ്, നമ്മൾക്ക് കഴിയുമായിരുന്നിട്ടും യുദ്ധമുഖത്ത് നമ്മളുടെ മക്കളുടെ, ആൺകുട്ടികളുടെ ആ ഒരു സ്ഥാനം സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ താല്പര്യപ്പെടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് യുദ്ധമുഖത്ത് തൻ്റെ മക്കളുടെ പ്ലേസ്, അവരുടെ സ്ഥാനം സന്തോഷത്തോടു കൂടിയിട്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ആരെങ്കിലും നമ്മളുടെ കൂട്ടത്തിലുണ്ടോ, നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. There was a silence all around. ഈ ഒരു ചോദ്യത്തിന് ശേഷം എങ്ങും നിശബ്ദത പരക്കുകയാണ്. എവ്രിബഡി നോഡിങ് ആസ് ഇഫ് ടു പ്രൂവ്, എല്ലാവരും ഇത് സമ്മതിക്കുന്നു അല്ലെങ്കിൽ അത് സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ തലയാട്ടുകയാണ്, നോഡ് ചെയ്യുക, തലയാട്ടുകയാണ്. ദ സ്റ്റൗട്ട് മാൻ കണ്ടിന്യൂഡ്, ആ ഒരു തടിച്ച വ്യക്തി വീണ്ടും തുടർന്നു. Isn't it natural that at their age they should consider the love for their country even greater than their love for us? ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ, അവരുടെ പ്രായത്ത് അവർ രാജ്യത്തോടുള്ള സ്നേഹത്തെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഈവൻ ഗ്രേറ്റർ ദാൻ ദിയർ ലവ് ഫോർ us, നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ രാജ്യത്തോടുള്ള സ്നേഹത്തെ കൺസിഡർ ചെയ്യുക എന്നുള്ളതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇഫ് കൺട്രി ഈസ് എ നാച്ചുറൽ നെസസിറ്റി ലൈക്ക് ബ്രെഡ്, നമ്മളുടെ രാജ്യം ബ്രെഡ് പോലെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നെസസിറ്റി, അനിവാര്യതയായിരുന്നു അല്ലെങ്കിൽ അനിവാര്യതയാണ് എങ്കിൽ സംബഡി മസ്റ്റ് ഗോ ടു ഡിഫെൻഡ് ഇറ്റ്, ആരെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ മതിയാകൂ. ആൻഡ് അവർ സൺസ് ഗോ, അപ്പോൾ നമ്മളുടെ മക്കൾ, ആൺകുട്ടികൾ എന്തിനു വേണ്ടിയിട്ട് പോകുന്നു, അതിനു വേണ്ടി പോകുന്നു. വെൻ ദേ ആർ 20, അവർക്ക്
20 വയസ്സാകുമ്പോൾ ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്, അവർക്ക് കണ്ണീരല്ല വേണ്ടത് അല്ലെങ്കിൽ സങ്കടങ്ങളല്ല വേണ്ടത്. ബിക്കോസ് ഇഫ് ദേ ഡൈ, കാരണം അവർ മരണപ്പെടുകയാണെങ്കിൽ ദേ ഡൈ ഹാപ്പി, അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ്. വെൻ ദേ ആർ 20, അവർക്ക് 20 വയസ്സാകുമ്പോൾ ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്, അവർക്ക് കണ്ണീരും ദുഃഖവും ഒന്നും അല്ല വേണ്ടത്. ബിക്കോസ് ഇഫ് ദേ ഡൈ, കാരണം അവർ മരിക്കുകയാണെങ്കിൽ ദേ ഡൈ ഹാപ്പി, അവർ സന്തോഷമായിട്ടാണ് മരിക്കുന്നത്. എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്, എല്ലാവരും കരയുന്നത് നിർത്തണം. എവ്രി വൺ ഷുഡ് ലാഫ്, എല്ലാവരും ചിരിക്കണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ് ആസ് ഐ ഡു ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ് സെൻഡ് മീ എ മെസ്സേജ്. ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ദൈവത്തിനോട് നന്ദിയെങ്കിലും പറയണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ്, കാരണം എന്താണ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് സെൻഡ് മീ എ മെസ്സേജ്, എനിക്കൊരു കത്തയച്ചു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ഹി കുഡ് ഹാവ് വിഷ്ഡ്. അദ്ദേഹം ആ ഒരു കത്തിൽ പറയുന്നത് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് നല്ലൊരു രീതിയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ് എന്നായിരുന്നു ആ ഒരു കത്തിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്, ആസ് യു സീ, നിങ്ങൾ കാണുന്നത് പോലെ, ഐ ഡു നോട്ട് ഈവൻ വെയർ മോർണിംഗ്, ഞാൻ അതിൽ ഒട്ടും വിലപിക്കാത്തത്. ഓക്കെ, ഒരു സങ്കടത്തിൻ്റെ ഒരു അംശം പോലും എന്നിൽ കാണാത്തത് എന്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹീ ഷുക്ക് ഹിസ് ലൈറ്റ് ഫോൺ കോട്ട് ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോട്ട് ഒന്ന് കുലുക്കി. ഫോൺ എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ബ്രൗൺ കളറുള്ള ഒരു കോട്ട്, അതിങ്ങനെ കുലുക്കി. ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്, അദ്ദേഹത്തിൻ്റെ പ്രൗഡ്, മകനെക്കുറിച്ചുള്ള ഒരു പ്രൗഡ് കാണിക്കുന്ന രീതിയിൽ. ഹിസ് ലിപ്സ് വേർ ട്രെംബ്ലിങ്, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നതായിരുന്നു. ഹിസ് ഐസ് വേർ വാട്ടറി ആൻഡ് മോഷൻലെസ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും മോഷൻലെസ്, ചലനമില്ലാത്ത രീതിയിൽ, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരേ ദിശയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ഹി എൻഡഡ് വിത്ത് എ ഷ്രിൽ ലാഫ് വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോബ്, അദ്ദേഹം ഒരു ഷ്രിൽ ലാഫോടുകൂടെ അവസാനിപ്പിച്ചു, വളരെ ഉച്ചത്തിലുള്ളൊരു ചിരിയോടുകൂടി അവസാനിപ്പിച്ചു. വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോബ്, ഒരു തേങ്ങിക്കരച്ചിൽ പോലെയുള്ള ഒരു വലിയൊരു ചിരി, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ് അവസാനിപ്പിച്ചത്. ക്വൈറ്റ് സോ അഗ്രീഡ് അതേഴ്സ്, അതേപോലെ തന്നെയാണ്, അത് ശരിയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ള യാത്രക്കാരും അതിനെ അഗ്രി ചെയ്തു. The woman bundled in a corner had been sitting and listening till he finished. The woman, അതായത് നമ്മുടെ ഈ ഒരു ട്രെയിനിൽ ദുഃഖിച്ചിരുന്ന ആ ഒരു സ്ത്രീ, ബണ്ട്ലഡ് ഇൻ എ കോർണർ, ഒരു കോർണറിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ സിറ്റിംഗ് ആൻഡ് ലിസണിങ് ടിൽ ഹി ഫിനിഷ്ഡ്, അവരെന്ത് ചെയ്യായിരുന്നു, ആ ഒരു കോർണറിൽ നമ്മുടെ സ്പീക്കർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months, കഴിഞ്ഞ 3 മാസങ്ങളായി, ഷി ഹാഡ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഹെർ ഫ്രണ്ട്സ് സംതിങ് ടു കൺസോൾ ഹെർ. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ഹർ ഫ്രണ്ട്സ്, അവരുടെ ഭർത്താവിൽ നിന്നും അവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ എന്തെങ്കിലും വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുള്ള വാക്കുകളാണ്, സംതിങ് ടു കൺസോൾ ഹെർ, അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാക്കുകൾക്ക് വേണ്ടി. ഷി വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹെർ ഹൗ എ മദർ ഷുഡ് സെൻഡ് ഹെർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്. അവർക്ക് ഷി വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹെർ, അവർക്ക് കാണിച്ചു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. എങ്ങനെ, ഹൗ എ മദർ, എങ്ങനെയാണ് ഒരു അമ്മ, ഷുഡ് സെൻഡ് ഹെർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക്, അഥവാ ഒരു യുദ്ധമുഖത്തേക്ക് എങ്ങനെ ഒരു അമ്മ മകനെ പറഞ്ഞേക്കും എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അവർക്ക് ആവശ്യമായിരുന്നു. ഹെർ ഗ്രീഫ് had been greater in seeing that nobody, as she thought, could share her ഫീലിങ്സ്, അവരുടെ ഗ്രീഫ്, അവരുടെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇൻ സീയിങ് ദാറ്റ് നോബഡി, ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ലാസ്റ്റ് ഷീ തോട്ട് കുഡ് ഷെയർ ഹർ ഫീലിങ്സ്, അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ഫീലിങ്സിനെ ഷെയർ ചെയ്യാൻ പറ്റാത്തതിൽ അവർക്ക് എന്തായിരുന്നു, നല്ല സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റണ്ട് ഹെർ, പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രാവലറിൻ്റെ വാക്കുകൾ അവരെ അമേസ്ഡ്, അവരെ അത്ഭുതപ്പെടുത്തി, ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റണ്ട് ഹെർ, അവരെ ഞെട്ടിക്കുകയും ചെയ്തു. ഷീ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസൻറ്റ് ദ അതേഴ്സ് ഹു വർ റോങ്, അവർക്കുടനെ മനസ്സിലായി, അല്ലെങ്കിൽ അവരുടനെ തിരിച്ചറിഞ്ഞു എന്താണ്, മറ്റുള്ളവരായിരുന്നില്ല റോങ്, ബട്ട് ഹെർ സെൽഫ്, അവർ തന്നെയായിരുന്നു റോങ്, അഥവാ
മറ്റുള്ളവരുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നവർക്ക് അവർ തിരിച്ചറിഞ്ഞു. ഇറ്റ് വാസ് ഷീ ഹു കുഡ് നോട്ട് റൈസ് അപ്പ് ടു ദ ഹൈറ്റ് ഓഫ് ദോസ് അതർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. മറ്റ് അച്ഛനമ്മമാരെ പോലെ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് അത്രയും ഹൈറ്റിലേക്ക് ഉയരാൻ പറ്റാഞ്ഞത് ഇവർക്കാണ് എന്ന ഒരു സ്ത്രീ തിരിച്ചറിഞ്ഞു. ദേ സീം ടു വില്ലിങ് ടു റിസൈൻ ദംസെൽഫ്. മറ്റുള്ള ആളുകളൊക്കെ റിസൈൻ അവരുടെ സ്വമേധയാ അവരെന്ത് ചെയ്തിരുന്നു, അവർ വഴങ്ങി കൊടുക്കാൻ തയ്യാറായ ഒരു മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. വിത്തൗട്ട് ക്രൈയിങ്, എന്തില്ലാതെ, ഒരു കരച്ചിലോ സങ്കടങ്ങളോ ഒന്നുമില്ലാതെ. നോട്ട് ഓൺലി ടു ദ ഡിപ്പാച്ചർ ഓഫ് ദിയർ സൺസ് ബട്ട് ഈവൻ ടു ദിയർ ഡെത്ത്. എന്താണ്, അവരെ യുദ്ധമുഖങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മാത്രമല്ല, പക്ഷെ എന്താണ്, അവരുടെ മരണത്തിൽ പോലും അവരങ്ങനെയാണ്. അവർ എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷി ലിഫ്റ്റഡ് ഹെർ ഹെഡ് ആൻഡ് ബെൻഡ് ഓവർ ഫ്രം ഹെർ കോർണർ. അവർ തലയൊന്ന് ഉയർത്തിയിട്ട് അവരുടെ കോർണറിൽ നിന്നും ഒന്ന് മുന്നോട്ട് ചാഞ്ഞു. ഷി വാസ് ട്രൈങ് ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് വിത്ത് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗിവിങ് ടു ഹിസ് കമ്പാനിയൻസ്. അവർ ഒരു വലിയ അറ്റൻഷനോട് കൂടിയിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗിവിങ് ടു ഹിസ് കമ്പാനിയൻസ്. ആ ഒരു തടിച്ച മനുഷ്യൻ അവരുടെ കമ്പാനിയൻസിന് കൊടുക്കുന്ന ആ ഒരു ഡീറ്റെയിൽസിനെ. ഹി വാസ് ടെല്ലിങ് ദം, അദ്ദേഹം പറയുകയായിരുന്നു, ദ വേ ഹിസ് സൺ ഹാഡ് ഫോളൻ ആസ് എ ഹീറോ. അവരുടെ മകൻ ഒരു ഹീറോ ആയിട്ട് വീണ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. ഫോർ ഹിസ് കൺട്രി, അവരുടെ രാജ്യത്തിന് വേണ്ടി. ഹാപ്പി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്സ്, വളരെ സന്തോഷവാനായിട്ടും അതേപോലെ തന്നെ ഒരു ഖേദവുമില്ലാതെ. അങ്ങനെ അവരുടെ മകൻ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹീറോയെ പോലെ എങ്ങനെയാണ് ജീവിതം സമർപ്പിച്ചത് എന്നതിനെ കുറിച്ചിട്ട് പറയുകയായിരുന്നു. ഇറ്റ് സീംഡ് ടു ഹെർ ദാറ്റ് ഷീ ഹാഡ് സ്റ്റംബ്ലഡ് ഇൻ ടു എ വേൾഡ് സോ ഫാർ അൺനോൺ ടു ഹെർ. അവർക്ക് തോന്നി അവർ ഒരു അൺനോൺ ആയിട്ടുള്ള, പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് സ്റ്റംബിൾ ചെയ്തതുപോലെ അവർക്ക് തോന്നി, അഥവാ വഴുതി വീണതുപോലെ ആ ഒരു സ്ത്രീക്ക് തോന്നി. And she was so pleased to hear everyone joining in congratulating that brave father, so stoically speaking of his child's death. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം എന്താണ്, ടു ഹിയർ എവ്രി വൺ ജോയിനിങ് ഇൻ കൺഗ്രാജുലേറ്റിംഗ് ദാറ്റ് ബ്രേവ് ഫാദർ. ആ ധൈര്യവാനായിട്ടുള്ള, അഥവാ നല്ല മനംകരുത്തുള്ള ആ ഒരു അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിലും അതേപോലെ തന്നെ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിലും അവർ വളരെ സന്തോഷത്തിലായിരുന്നു. സോ സ്റ്റോയിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്സ് ഡെത്ത്. ആ ഒരു അച്ഛൻ എങ്ങനെയാണ്, വളരെ സ്റ്റോയിക്കായിട്ടാണ് അവരുടെ മകൻ്റെ മരണത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. സ്റ്റോയിക്കലി മീൻസ് ഒരു കംപ്ലൈൻറ്റോ പരിഭവങ്ങളോ പരാതിയോ ഒന്നും ഇല്ലാതെ വളരെ ബ്രേവായിട്ട് സംസാരിക്കുന്ന ആ അച്ഛൻ്റെ വാക്കുകൾ. ദെൻ സഡൻലി ആസ് ഇഫ് waking up from a dream, she turned to the old man asking him. പെട്ടെന്ന് തന്നെ, ആസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം, ഒരു സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെ. ഷി ടേൺ ടു ദ ഓൾഡ് മാൻ, അവരാരും വയസ്സായ ആളുടെ അടുത്തേക്ക് തിരിഞ്ഞു. ആസ്കിങ് ഹിം, എന്നിട്ട് ചോദിച്ചു, ദെൻ ഇസ് യുവർ സൺ റിയലി ഡെഡ്? നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ? എവ്രിവൺ സ്റ്റെയർഡ് അറ്റ് ഹെർ, എല്ലാ ആളുകളും ആ ഒരു സ്ത്രീയുടെ മുഖത്തോട്ട് തുറിച്ചു നോക്കി. ദ ഓൾഡ് മാൻ ടു, ആ വയസ്സായ ആളും നോക്കി. ടേൺഡ് ടു ലുക്ക് അറ്റ് ഹെർ, അവരുടെ മുഖത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ ഭാഗത്തോട്ടായിട്ട് തിരിഞ്ഞു. ഹി ഫിക്സ്ഡ് ഹിസ് ഗ്രേറ്റ് ബൾജിങ് ഹൊറിബിലി വാട്ടറി ഐസ് ഡീപ്പ് ഇൻ ഹെർ ഫേസ്. അവരെന്ത് ചെയ്തു, ഹി ഫിക്സ്ഡ് ഹിസ് ഗ്രേറ്റ് ബൾജിങ് ഹൊറിബിലി വാട്ടറി ഐസ്, അവരുടെ വളരെ നല്ല രീതി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ണുകളും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു കണ്ണുകളൊക്കെ ഇങ്ങനെ അവരുടെ മുഖത്തോട്ട് ഉറപ്പിച്ചു. ഡീപ്പ് ഇൻ ഹെർ ഫേസ്, അവരുടെ മുഖത്തോട്ട് നല്ല രീതിയിൽ നോക്കി എന്നർത്ഥം. ഫോർ സം ടൈം ഹി ട്രൈഡ് ടു ആൻസർ ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം. കുറച്ചു നേരത്തേക്ക് ആ ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും വാക്കുകൾ അവരെ പരാജയപ്പെടുത്തി. ഹി ലുക്ഡ് ആൻഡ് ലുക്ഡ് അറ്റ് ഹെർ, അവർ വീണ്ടും വീണ്ടും ആ ഒരു സ്ത്രീയെ നോക്കി. ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ, അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ, ഹി ഹാഡ് സഡൻലി റിയലൈസ്ഡ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹിസ് സൺ റിയലി ഡെഡ്, ഗോൺ ഫോർ എവർ. ആ ഒരു സമയത്ത് ആ ഒരു സില്ലി ആയിട്ടുള്ള, ഇൻകോൺഗ്രസ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, അഥവാ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, അപ്പോഴാണ് ആ ചോദ്യത്തിലൂടെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചറിയുന്നത്, ഹിസ് സൺ വാസ് റിയലി ഡെഡ്, അദ്ദേഹത്തിൻ്റെ മകൻ ശരിക്കും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആ ചോദ്യത്തിലൂടെയാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്. ഗോൺ ഫോർ എവർ, എന്ന നീക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ പോയിട്ടുണ്ട്, ഫോർ എവർ എന്ന നീക്കുമായിട്ട്.
ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ് ആൻഡ് ബിക്കെയിം ഹൊറിബിളി ഡിസ്റ്റോർട്ടഡ്. അദ്ദേഹത്തിൻ്റെ മുഖം പെട്ടെന്ന് തന്നെ ചുരുങ്ങിപ്പോയി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ പെട്ടെന്ന് തന്നെ ഒരു വിരൂപാവസ്ഥയിലേക്ക് പോയി. അതായത് നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു പോയോ എന്നുള്ള ആ ഒരു ചോദ്യത്തിലൂടെയാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ മകനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇനി ഒരിക്കലും എൻ്റെ മകൻ തിരിച്ചു വരില്ല, അവൻ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ആ ഒരു മനുഷ്യൻ ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം പെട്ടെന്ന് തന്നെ മാറുന്ന ഒരവസ്ഥയാണ്. Then he snatched in haste a handkerchief from his pocket and, to the amazement of everyone, broke into harrowing, heartbreaking, uncontrollable sobs. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എടുത്തു ഇൻ ഹാസ്റ്റ്, പെട്ടെന്ന് തന്നെ, എ ഹാൻഡ് കർച്ചീഫ് ഫ്രം ഹിസ് പോക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പോക്കറ്റിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു തൂവാല കയ്യിലെടുത്തു. ടു ദ അമേസ്മെൻറ്റ് ഓഫ് എവ്രി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ട് ഒരു തൂവാല കയ്യിലെടുത്തു. ബ്രോക്ക് ഇൻ ടു ഹാരോയിങ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദനാജനകമായിട്ടുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സോബിലേക്ക്, ഒരു തേങ്ങിക്കരച്ചിലേക്ക് അദ്ദേഹം പോയി. അഥവാ അദ്ദേഹം അങ്ങനെ തേങ്ങിക്കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാല കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങി. തൻ്റെ മകൻ ഇനി വരില്ല, മകൻ എന്നേക്കുമായിട്ട് പോയി എന്നാലോചിച്ചുകൊണ്ട് ആ ഒരു അച്ഛൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കരയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.